ഓപ്പർക്കുലം എന്താണെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫ്ലാപ്പ്, ഒരു ടിഷ്യൂ ഫ്ലാപ്പ് നമ്മുടെ തന്നെ ഗംസിന്റെ, അത് പല്ലിന്റെ മുകളിൽ ഇങ്ങനെ കവർ ചെയ്ത് പാർഷ്യലി കവർ ചെയ്തിരിക്കുന്നതിനെയാണ് ആ ഒരു ഫ്ലാപ്പിന് പറയുന്ന പേരാണ് ഓപ്പർക്കുലം. അത് യൂഷ്വലി കാണപ്പെടുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ വിസ്ഡം ടൂത്ത്, ലോവർ വിസ്ഡം ടൂത്തിന്റെ ഏരിയാസിലാണ് കാണപ്പെടുന്നത്. ഈ ഓപ്പർക്കുലം കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ മുകളിലത്തെ പല്ലും താഴത്തെ പല്ലും കൂടെ ഇങ്ങനെ കടിക്കുമ്പോഴത്തേനും ഇതിന്റെ ഇടയ്ക്ക് ഈ ഫ്ലാപ്പ് കിടന്ന് കംപ്രസ്ഡ് ആവും. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേനും ഇതിന് നല്ല പെയിനും ഇൻഫെക്ഷനും ഒക്കെ വരാൻ സാധ്യതയുണ്ട്. പിന്നെ അത് കൂടാതെ ഈ ഫ്ലാപ്പിന്റെ ഇടയ്ക്കേക്ക് ഫുഡ് കയറി, അത് ഫുഡും ബാക്ടീരിയാസും എല്ലാം കയറിയിട്ട് അത് നല്ലപോലെ ഇൻഫെക്ഷൻ ആവും. അപ്പൊ ആ ഒരു ഇൻഫെക്ഷൻ ആവുന്ന കണ്ടീഷനാണ് നമ്മൾ പറയുന്നത് പെരികോറോണൈറ്റിസ് എന്ന്. ഈ പെരികോറോണൈറ്റിസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, ഈ സോൾട്ട് വാട്ടർ വെച്ച് നമ്മൾ അവിടെ ആ ഒരു പോർഷനിൽ റിൻസ് ചെയ്യാൻ നമ്മൾ പറയും. പിന്നെ ആന്റി ബാക്ടീരിയൽ മൗത്ത് വാഷ് നമ്മൾ കൊടുക്കും. പിന്നെ പോരെങ്കിൽ ആന്റിബയോട്ടിക്സ് കൊടുക്കും. ഇതെല്ലാം ചെയ്തിട്ടും യാതൊരു വ്യത്യാസമില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഒരു കേസാണ് ഓപ്പർക്കുലക്ടമി. ഓപ്പർക്കുലക്ടമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ചൊന്നുമില്ല, നമ്മുടെ ആ ഒരു ഫ്ലാപ്പിൽ അതിനെ കട്ട് ചെയ്ത് കളയുന്നു. ആ ഒരു ചെറിയൊരു മൈനർ സർജിക്കൽ പ്രൊസീജിയറാണ് ഓപ്പർക്കുലക്ടമി. അത് ചെയ്യുന്നതെന്ന് കണ്ടാലോ നമുക്ക്?